അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ, ഒരു കുടുംബ ജീവിതത്തിൽ ഒരു മകൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൻ കൂടുതൽ സ്നേഹിക്കേണ്ടത്, കൂടുതൽ പരിഗണിക്കേണ്ടത് ഭാര്യയെയാണോ ഉമ്മയെയാണോ എന്ന്, അല്ലേ? വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പല വീടുകളിലും ഉണ്ടാകുന്ന ഒരു കുടുംബ പ്രശ്നം തന്നെയാണ് ഉമ്മ മകൻ മരുമകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഇതൊക്കെ പരസ്പരം പരിഹരിച്ച് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉമ്മയെയോ അല്ലെങ്കിൽ ഭാര്യയെയോ വിഷമിപ്പിക്കാതെ നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ഒരു പുരുഷൻ്റെ വലിയ കഴിവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത്, ആരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്, ഭാര്യയെയാണോ ഉമ്മയെയാണോ? ഇത് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്. ആരെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് എന്ന് കൂടുതൽ പേർ കരുതുന്നത് ഉമ്മാക്കാണ് കൂടുതൽ പരിഗണന എന്നാണ് പലരും ചിന്തിക്കുന്നത്. കാരണം ഉമ്മയമ്മയെ പ്രസവിച്ച് 10 മാസം ഗർഭം ചുമന്ന് ഉമ്മയമ്മയെ പ്രസവിച്ച് ഉമ്മ നമുക്ക് ജന്മം നൽകി, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി പരിപാലിച്ച്, മാത്രമല്ല ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം. ഭാര്യ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. എന്നാൽ ഉമ്മയാണ് നമ്മെ 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചത്, നമ്മെ പൊന്നുപോലെ നോക്കി വളർത്തിയത്. എന്നാൽ ഭാര്യ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ഉമ്മക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് പലരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അത് ശരിയായ ഒരു മറുപടിയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആർക്കാണ് കൂടുതൽ മുൻഗണന നൽകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, 2 പേർക്കും മുൻഗണന കൊടുക്കണം എന്നുള്ളത്. ഒരു തർക്കമുണ്ടായാൽ ആരുടെ കൂടെ നിൽക്കണം എന്ന് അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും. ഒരു തർക്കമുണ്ടായാൽ ആരുടെ കൂടെ നിൽക്കണം? ഞാൻ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഉമ്മയോടുള്ള സ്നേഹവും ഭാര്യയോടുള്ള സ്നേഹവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് ഭാര്യയെ കൂടുതൽ സ്നേഹിക്കുക അല്ലെങ്കിൽ ഉമ്മയെ കൂടുതൽ സ്നേഹിക്കുക എന്നല്ല. ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗം വേറെയാണ്. അതായത് ഭാര്യയെ സ്നേഹിക്കേണ്ടത്, അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാകും. ഭാര്യയെ സ്നേഹിക്കേണ്ടത് അത് അതിൻ്റേതായിട്ടുള്ള, ഭാര്യയോടുള്ള സ്നേഹം മാറ്റമുണ്ട്, ഉമ്മയോടുള്ള സ്നേഹവും മാറ്റമുണ്ട്. ഭാര്യയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് റൊമാൻറ്റിക്കായിട്ട്, അല്ലെങ്കിൽ അത് മറ്റുള്ള രീതിയിൽ, അതുപോലെ അല്ലെങ്കിൽ ഭാര്യയും നമ്മുടെ ബ്ലഡാണ്, ആ രീതിയിൽ ഭാര്യയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. എന്നാൽ ഉമ്മയെയും സ്നേഹിക്കണം. ഉമ്മയെയും ബഹുമാനപൂർവ്വം, നമ്മെ 10 മാസം ഗർഭത്തിൽ ചുമന്ന് പ്രസവിച്ച് പൊന്നുപോലെ നമ്മെ നോക്കി വളർത്തി, വിഷമങ്ങളൊന്നും അറിയാതെ നമ്മെ നല്ല രീതിയിൽ നോക്കി വളർത്തി നല്ല ഉയർച്ചയിലെത്തിച്ച, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ നമ്മെ എത്തിച്ച ഉമ്മയെ ഒരിക്കലും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ എല്ലാ ഉപ്പമാരെക്കാളും, അതായത് പിതാവിനേക്കാളും കൂടുതൽ നമ്മെ കെയർ ചെയ്തത് നമ്മുടെ ഉമ്മയായിരിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടാകുക. നമ്മൾ ചെറിയ മക്കളായിരിക്കുമ്പോൾ നമ്മെ വൃത്തിയാക്കി തരുന്നത് മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നത് നമ്മുടെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ നല്ല ബഹുമാനത്തോടു കൂടി സ്നേഹിച്ച് പൊന്നുപോലെ ഉമ്മയെയും നോക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. 2 പേരെയും സ്നേഹിക്കണം, 2 പേരെയും നല്ല രീതിയിൽ നോക്കണം. ഉമ്മയെ പൊന്നുപോലെ ബഹുമാനപൂർവ്വം ഉമ്മയെ സ്നേഹിക്കണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഉമ്മമാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ അവരുടെ ഭാര്യയെ നന്നായി സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഏതെങ്കിലും ഉമ്മമാർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയ ആ മകളെ, നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുന്ന മരുമകൾ നിങ്ങളുടെ മരുമകളായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്, നിങ്ങളുടെ മകളായിട്ട് കാണണം. ആ മകളെ നിങ്ങളുടെ മകൻ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ട്, അവളെ നോക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിന് നിങ്ങളുടെ മകന് നിങ്ങൾ പ്രോത്സാഹനം നൽകുക. നിങ്ങളുടെ മരുമകൾക്ക്, നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയ മകൾക്ക് നിങ്ങളുടെ മകൻ കൂടുതൽ സ്നേഹം നൽകി എന്ന് വിചാരിച്ച് നിങ്ങളോടുള്ള സ്നേഹം കുറയുകയല്ല അവിടെ ചെയ്യുന്നത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ വീട്ടിൽ വന്ന് കയറിയ മകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആ വീട്ടിലെ മരുമകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭർത്താവിൻ്റെ ഉമ്മക്ക് ഭർത്താവ് കൂടുതൽ സ്നേഹം കൊടുത്തി എന്ന് കരുതി, അതായത് ഭർത്താവിൻ്റെ ഉമ്മയെ ഭർത്താവ് നല്ലോണം സ്നേഹിക്കുന്ന, നല്ലോണം നോക്കുന്ന ഭർത്താവ്, അതുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹവും കുറയുന്നില്ല. ഭാര്യയോടുള്ള സ്നേഹം, ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹവും ഉമ്മയോടുള്ള സ്നേഹവും രണ്ടും 2 വിധത്തിലാണ് എന്ന് നിങ്ങൾ ഭാര്യമാർ മനസ്സിലാക്കണം. അത് ഉമ്മമാരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു പുരുഷൻ മനസ്സിലാക്കേണ്ട കാര്യം, ഉമ്മമാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള രീതിയിലുള്ള സ്നേഹവും ബഹുമാനവും ഓമനയും ഉമ്മമാർക്ക് കൊടുക്കുക. അതുപോലെ ഭാര്യയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, അതുപോലെ ഭാര്യയെയും സ്നേഹിക്കുക എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇത് പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഹൈറും ബർക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഐക്യവും സന്തോഷവും ഉണ്ടാവട്ടെ. പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.